ഡൈകാസ്റ്റ് കാർ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതിപ്പോൾ കുറച്ച് കാർ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. മാളിലോട്ട് വന്നാൽ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന സെക്ഷൻ ഡൈകാസ്റ്റിൻ്റെ സെക്ഷനിലോട്ടാണ്. അപ്പോൾ അതേ കുറച്ച് അടിപൊളി ഐറ്റംസ് ഒക്കെ വന്നിരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും അടിപൊളിയല്ല കേട്ടോ, ഇതൊക്കെ ഓൾഡ് മോഡലാണ്. പഗാനി മറ്റ് സാധനങ്ങളൊക്കെ ഹൈപ്പർ കാറിൻ്റെ ലിസ്റ്റിൽ പെടുത്താവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഇത്തിരിയോടെ ഇത്തിരി എക്സ്പെൻസീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഇത്തിരിയോടെ ഒരു പെർഫെക്ഷൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനതൊന്നും എടുക്കില്ല. പക്ഷെ പിന്നീട് എൻ്റെ മൈൻഡ് പോയി ഈ സാധനത്തിലിട്ടാണ്. പക്ഷെ ഇത് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഞാനിത് എടുക്കുന്നില്ല. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഫോർഡ് മസ്താങ് ഷെൽബി GT 500 ആണ്. ജോൺ വിക് ജോണറുള്ള അതേ സെയിം കളർ ഗ്രേ എഡിഷൻ ആണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ്. പിന്നെ ക്ലാസിക് FJ ക്രൂയിസറൊക്കെയാണ്. ഇതൊക്കെ പണ്ടുകൊണ്ടേ കണ്ട് മടുത്ത സാധനമാണ്. ഇതൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതിലോട്ട് മോഡിഫൈ ചെയ്തിട്ട് തന്നെ. പിന്നെ ഈ പോർഷയൊക്കെ വളരെ ഡീറ്റെയിലിംഗ് കുറവാണ്, കൊച്ചു കുട്ടികൾ പോലും എടുക്കില്ല. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോർഡ് മസ്താങ് GT 390 ആണ്. അപ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആൻഡ് ബ്ലൂ ഉള്ള നീഡ് ഫോർ സ്പീഡിലെ കാറിൻ്റെ കളറായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഫുൾ മാഡ് ഗ്രേ തന്നെ. പിന്നെ നമ്മുടെ കയ്യിൽ വന്നേക്കുന്ന ഒരു കിട്ടിലെ സാധനമാണ് ഈ Audi R8. ഇത് എന്തായാലും ഒരു തീപ്പൊരു ഐറ്റം കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്ത ഡീറ്റെയിലിംഗ് ഉണ്ട്. ടയർ അലോയ് വീലിൻ്റെ അവിടെയൊന്നും വലിയതൊന്നുമില്ല. അടിവശമൊക്കെ പ്ലാസ്റ്റിക്കാണ്, മേൽവശം ഇത്തിരി മെറ്റൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. 18 റംസിനുള്ളത് അതിനുള്ള അത്രയും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വർത്താണ്. കുഴപ്പമില്ലാത്തൊരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. V10 എഞ്ചിനൊക്കെ എഞ്ചിൻ ബ്ലോക്കൊക്കെ അത്യാവശ്യം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് ലൈറ്റ്, എക്സോസ്റ്റ്, പിന്നെ ഉള്ളിലെ ക്യാബിനൊക്കെ അത്യാവശ്യം വിസിബിൾ ആണ്. എന്തായാലും അടിപൊളി സാധനമാണ് കേട്ടോ ആ റേഞ്ചിന്. എന്തായാലും ഈ തവണ നമുക്ക് ഇതിലേട്ട് ഒതുങ്ങാമെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. മസ്താങ് GT 390യുടെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട വൈറ്റ് ആൻഡ് ബ്ലൂ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ ഫുള്ള് GT 500 വന്നേക്കണേ. ഷെൽബി GT 500 ഓൾഡ് ക്ലാസ്സിക് മോഡൽ പല കളേഴ്സ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ജോൺ വിക് ജോണറിലുള്ള ആ ഗ്രേ കളർ എഡിഷനൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും എല്ലാം അടിപൊളിയാണ്. ഈ ബ്ലൂ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. മസ്താങ് ഞാൻ ഓർഡർ എടുത്തുകൊണ്ട് ഇനി മസ്താങ്ങിലേക്ക് നോക്കുന്നില്ല. വേറെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. ഈ വൈറ്റ് എന്തായാലും ഭയങ്കര അട്രാക്റ്റീവ് കളറാണ്. ഞാനിതിൻ്റെ ഒരു ഒറിജിനൽ പറഞ്ഞ ഉണ്ട് ദുബായിൽ. അത് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. നമ്മുടെ ഒരു മല്ലു ബ്ലോഗറിൻ്റെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ. അയാളുടെ പേര് ഞാൻ മറന്നു. എന്തായാലും അടിപൊളി സാധനങ്ങളാണ്. എനിക്കതിൽ ഗ്രേ എന്തായാലും വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ താഴെ കുറേ അടിപൊളി ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. LC മറ്റ് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളെന്തായാലും R8 എടുക്കുകയാണ്, ഫിക്സ് ആക്കി. R8 നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് R8 കൊണ്ടുപോയി ബില്ല് ചെയ്യാം. പിന്നീട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരും കേട്ടോ ഗായ്സ്. എൻ്റെ പൊന്നും എല്ലാം കൊച്ചുകുട്ടി ജോണറിലുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ആ ടെസ്ലയുടെ സൈബർ ട്രക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പോട്ടോ. എൻ്റെ പൊന്നു പ്ലാസ്റ്റിക് ബോഡിയെ മാത്രമല്ല, ഡീറ്റെയിലിങ്ങും ഇല്ല, ഒന്നുമില്ലാത്ത സാധനങ്ങൾ. പിന്നെ ഈ എയറോപ്ലെയിന്, ഇതൊക്കെ എത്ര ഉള്ളൂ കളക്ഷൻസ്. പിന്നെ ഞാൻ അതേ കാണിച്ചു തരാം. ഡൈകാസ്റ്റിൻ്റെ തന്നെ ഒരു മോഡലാണ്, പക്ഷേ ഒരു പെർഫെക്ഷൻ ഇല്ല. പിന്നെ ഞാൻ അതിനേക്കാളും വലിയൊരു കോമഡി കാണിച്ചു തരാം കേട്ടോ.